ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഫങ്ഷൻസ് എന്താണ് എന്നൊരു കൺസെപ്റ്റ് നോക്കാം. അതായത് ലൈക്ക് മാത്തമാറ്റിക്സ് ഫോർ ഡാറ്റ സയൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു അതിൽ കാൽക്കുലസ്, ലീനിയർ ആൾജിബ്ര, പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഈ 4 ഫീൽഡിൽ നിന്നുള്ള കൺസെപ്റ്റാണ് വരുന്നതെന്ന് പറഞ്ഞു. അതിൽ തന്നെ ഫസ്റ്റ് വരുന്നതാണ് കാൽക്കുലസ്, അല്ലെങ്കിൽ മെയിനായിട്ടുള്ളൊരു പാർട്ടാണ് കാൽക്കുലസ്. സോ കാൽക്കുലസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്ന ഒരു സബ് ടോപ്പിക്കാണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. സോ അതിൽ തന്നെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ എടുത്ത് പറയുന്നത് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. ഓക്കെ, സോ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് പലതും പഠിച്ചിട്ടുണ്ട്. അപ്പം y=x² എന്ന് പറഞ്ഞാൽ ഇതൊരു മാത്തമാറ്റിക്കൽ ഫങ്ഷനാണ്. അതായത് ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ട്രാൻസ്ഫോർമേഷനെ നമ്മളൊരു ഇക്വേഷൻ രൂപത്തിൽ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇപ്പോൾ y=x²ലെ y ഔട്ട്പുട്ടും x ഇൻപുട്ടുമാണ്. അതായത് 0 കൊടുക്കുമ്പോൾ എനിക്ക് 0 ഔട്ട്പുട്ട് കിട്ടും, 1 കൊടുക്കുമ്പോൾ 1 കിട്ടും, 2 കൊടുക്കുമ്പോൾ 2² 4 കിട്ടും, 3 കൊടുക്കുമ്പോൾ 3² 9 കിട്ടും. സോ അതിനെ ഗ്രാഫിക്കലായിട്ട് ഇതുപോലെ ഒരു XY ആക്സിസ് ഒക്കെ വരച്ച് നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിവിടെ എക്സ് ആക്സിസും ഇവിടെ വൈ ആക്സിസും വരും. ഇതുപോലൊരു പരാബോളിക് ഷേപ്പിലുള്ള ഒരു കർവായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഈ y=x³ ആണെങ്കിൽ നമുക്ക് വേറൊരു ഗ്രാഫായിരിക്കും കിട്ടുന്നത്. അതുപോലെ നമുക്ക് അറിയാം. സോ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് എന്ന് പറയുമ്പം ഈ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷനെ ഒരു ഇക്വേഷൻ രൂപത്തിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് നമ്മൾ ആ ഒരു ഫങ്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ ഇവിടെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഒരു സിംഗിൾ ഇൻപുട്ടും സിംഗിൾ ഔട്ട്പുട്ടും വരുന്ന കേസാണ്. ഓക്കെ, സോ നമുക്ക് നമുക്ക് ഫോർ എക്സാമ്പിൾ മൾട്ടിപ്പിൾ ഇൻപുട്ട് വരുന്ന ഒരു കേസ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പം c=x² + y² ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സും വൈയും നമ്മുടെ ഇൻപുട്ടും z എന്ന് പറയുന്നത് നമ്മുടെ ഔട്ട്പുട്ടുമാണ്. ഓക്കെ, സോ നമുക്ക് ഫങ്ഷൻ രൂപത്തിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇൻപുട്ടായിട്ട് x, y രണ്ടും ഉണ്ട്, ഔട്ട്പുട്ടായിട്ട് c ഉണ്ട്. സോ ഈ ഒരു റിലേഷൻ എന്താണ്, ഈ മാത്തമാറ്റിക്കൽ റിലേഷൻ എന്താണെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ദിസ് ആക്ച്വലി z=x² + y². സോ ഇവിടെ 2 ഇൻപുട്ട് ആൻഡ് സിംഗിൾ ഔട്ട്പുട്ട് എന്നുള്ള രീതിയിലാണ്. ഓക്കെ, സോ ശരിക്കും പറഞ്ഞാൽ ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് സിംഗിൾ ഇൻപുട്ട് സിംഗിൾ ഔട്ട്പുട്ട്, സിംഗിൾ ഇൻപുട്ട് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട്, മൾട്ടിപ്പിൾ ഇൻപുട്ട് സിംഗിൾ ഔട്ട്പുട്ട്, മൾട്ടിപ്പിൾ ഇൻപുട്ട് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട്. സോ ഈ എല്ലാ രീതിയിലും നമുക്ക് വേണമെങ്കിൽ അതിനെ പറയാം. സിംഗിൾ ഇൻപുട്ട് സിംഗിൾ ഔട്ട്പുട്ട്, സിംഗിൾ ഇൻപുട്ട് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട്, മൾട്ടിപ്പിൾ ഇൻപുട്ട് സിംഗിൾ ഔട്ട്പുട്ട്, മൾട്ടിപ്പിൾ ഇൻപുട്ട് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട്. ഓക്കെ, അതിന് സിസോ, സിമോ, MISO, MIMO അങ്ങനെയുള്ള പല പേരിലും പറയാറുണ്ട്. ഓക്കെ, എനിവേ, സോ ദ കീ ഐഡിയ എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കൽ ട്രാൻസ്ഫോർമേഷൻസ് നമുക്ക് വളരെ എവിഡൻ്റ് ആണ് പല കാര്യത്തിലും. ഇപ്പം സൈൻ തീറ്റ, കോസ് തീറ്റ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അത് എവിടെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് വേറെ ആപ്ലിക്കേഷനാണ്. ബട്ട് സ്റ്റിൽ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ഡാറ്റ സയൻസ് ആൻഡ് മെഷീൻ ലേണിങ്ങിൽ എന്തുകൊണ്ടാണ് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ഒരു ഇമ്പോർട്ടൻസ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യം ഒരു പ്രഡിക്ഷൻ അല്ലെങ്കിൽ ഒരു ക്ലാസിഫിക്കേഷൻ അങ്ങനെയുള്ള ടാസ്കുകളാണ് ചെയ്യുന്നത്. ഇപ്പം നമുക്കറിയേണ്ടത്, നമുക്ക് കുറേ ഡേറ്റ ഇൻഫർമേഷൻ ഉണ്ടാവും. അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസത്തെ കുറേ ദിവസങ്ങളിലെ ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി ഉണ്ട്. ദെൻ നമുക്ക് അനദർ കോളമായിട്ട് ചിലപ്പോൾ നമുക്ക് റെയിൻ, എത്രത്തോളം റെയിൻഫോൾ ഉണ്ടെന്നുള്ളൊരു കാര്യം ഉണ്ടാവും. അതായത് ഇത്ര റെയിൻ അല്ലെങ്കിൽ ഇത്ര റെയിൻ എന്നൊക്കെയുള്ള രീതിയിൽ. സോ പലപ്പോഴും നമ്മളിങ്ങനെയൊരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു ആവശ്യമെന്ന് പറയുന്നത് ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് നമുക്ക് ഇന്ന ദിവസങ്ങളിൽ ഇന്ന രീതിയിൽ റെയിൻ നമുക്ക് കിട്ടിയെന്നറിയാം. സോ നമുക്കിനി ഒരു പുതിയ ദിവസം, വേറൊരു ദിവസത്തിൽ ഇന്ന ടെമ്പറേച്ചറും ഇന്ന ഹ്യൂമിഡിറ്റി ആണെങ്കിൽ റെയിൻഫോൾ എത്രത്തോളം ഉണ്ടാവും എന്നൊരു പ്രഡിക്ഷൻ ആയിരിക്കും നമുക്ക് ആവശ്യം വരിക. സോ അവിടെ പലപ്പോഴും നമുക്ക് ഒരു ഇൻപുട്ട് ഇൻഫോർമേഷനിൽ നിന്ന് ഒരു ഔട്ട്പുട്ട് ഇൻഫോർമേഷനിലോട്ട് പോകേണ്ടി വരും. സോ നമുക്ക് റെയിൻഫോൾ ആണ് അറിയേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മുടെ y എന്ന് പറയുന്നത് റെയിൻഫോൾ ആയിരിക്കും, ആൻഡ് നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റി ആയിരിക്കും. സോ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഈ ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റിയെ ഈ റെയിൻഫോളിലോട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഫങ്ഷനെ ആണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ പലപ്പോഴും ആ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്ലിയർ കട്ട് ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു ക്ലിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹ്യൂമിഡിറ്റി, ടെമ്പറേച്ചർ ആൻഡ് റെയിൻഫോൾ ഉണ്ടാവണം എന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ആക്ച്വൽ റിലേഷൻഷിപ്പിനെ മിമിക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ അപ്രോക്സിമേറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് നമ്മൾ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ വി ആർ ട്രൈങ് ടു ഫൈൻഡ് എ ഫംഗ്ഷൻ ദാറ്റ് അപ്രോക്സിമേറ്റ് ദിസ് റിലേഷൻഷിപ്പ്. ഓക്കെ, സോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ
ഇതിൻ്റെ കോറായിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷൻ അപ്രോക്സിമേഷൻ എന്ന് പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഫംഗ്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഡാറ്റ സയൻസ് ആൻഡ് മെഷീൻ ലേണിങ്ങിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ മറ്റൊരു രീതിയിലുള്ള ഒരു ഫംഗ്ഷൻ എന്ന് പറയാറുണ്ട്, അതായത് ഫംഗ്ഷൻസ് ഇൻ കോഡ്. പൈത്തൺ കോഡ് ചെയ്യുമ്പോഴും നമ്മൾ ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്യാറുണ്ട്. ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ, ഇപ്പം പ്രിൻ്റ് എന്ന് പറയുന്ന ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ്, അതൊരു പർട്ടിക്കുലർ ആക്ഷൻ ചെയ്യുന്നൊരു ഫംഗ്ഷനാണ്. സോ അതല്ല നമ്മളിവിടെ മെയിനായിട്ടും ഉദ്ദേശിക്കുന്നത്. പക്ഷേ ജസ്റ്റ് ടു ലൈക്ക് നിങ്ങളുടെ അറിവിലേക്കായിട്ട് നിങ്ങൾക്കത് അങ്ങനെ ഒരു കാര്യവുമുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, സോ നമ്മൾ റിയൽ ലൈഫിൽ പലതരത്തിലുള്ള ഫങ്ഷൻസ് യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഡിഗ്രി സെൽഷ്യസിൽ ടെമ്പറേച്ചർ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഫാരൻഹീറ്റിലോട്ടാക്കാൻ ദർ ഈസ് എ സ്പെസിഫിക് ഇക്വേഷൻ. അത് ആക്ച്വലി ഒരു ഫംഗ്ഷനാണ്. അതുപോലെ ബോഡി മാസ് ഇൻഡെക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ നമ്മുടെ വെയിറ്റ്, ഹൈറ്റ്, ഏജ് അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ബോഡി മാസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ വെയിറ്റും ഹൈറ്റും ഒക്കെ ആയിരിക്കും നമ്മുടെ ഇൻപുട്ട്, BMI സ്കോർ ആയിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ കാര്യങ്ങളെല്ലാം ആക്ച്വലി ഫങ്ഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ്. സോ ഇതിൻ്റെ കീ ആയിട്ടുള്ള ഐഡിയ ഈ ഫംഗ്ഷൻ അപ്രോക്സിമേഷൻ എന്ന് പറയുന്ന കാര്യങ്ങളാണ്. സോ വി ആർ ആക്ച്വലി ഇൻ സെർച്ച് ഓഫ് എ ഫംഗ്ഷൻ അപ്രോക്സിമേഷൻ. നമുക്കൊരു ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു പ്രഡിക്ഷൻ അല്ലെങ്കിൽ ഒരു ക്ലാസിഫിക്കേഷൻ ടാസ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫംഗ്ഷൻ അപ്രോക്സിമേഷനാണ് ട്രൈ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ.